ദേശീയ തലസ്ഥാനത്തെ നിരവധി സ്കൂളുകൾക്ക് ഇമെയിലുകളിലൂടെ ബോംബ് ഭീഷണി. സമാധാന അന്തരീക്ഷത്തെ തകിടം മറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ സംഭവം പുറത്തറിഞ്ഞതിനു പിന്നാലെ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും സ്കൂൾ അധികൃതരിലും പരിഭ്രാന്തി പരത്തിയിരിക്കുകയാണ്. എന്നാൽ ഇത് സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഉടനടി പ്രതികരണത്തിന് കാരണമായിട്ടുമുണ്ട്. മുൻകരുതലുകൾ നടപടിയായി പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ടീമുകളെ K9 യൂണിറ്റുകൾ, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡുകൾ എന്നിവയുമായി ചേർന്ന് ബാധിത സ്കൂളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ചില പ്രത്യേക വിഭാഗത്തിന്റെ പ്രവർത്തികളാണിതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, ഡൽഹി ഖാലിസ്ഥാൻ ആകുമെന്ന് ബോംബ് ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരുന്നുവെന്നും പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ പരിസരം ഉടനടി ഒഴിപ്പിച്ചു. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ ആന്റി സാബോട്ടേജ് പരിശോധനകളും നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണി ഇമെയിലുകളുടെ ഉറവിടം കണ്ടെത്തുന്നതിനും ഉത്തരവാദികളെ തിരിച്ചറിയുന്നതിനുമായി നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. രാവിലെ 7:22 ഇമെയിൽ അയച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം 1:11 സ്ഫോടനം നടക്കുമെന്ന് അയച്ചയാൾ അവകാശപ്പെട്ടു. ഫെബ്രുവരി 13 ഉച്ചയ്ക്ക് 1:11 പാർലമെന്റ് ലക്ഷ്യമിടുന്നതായും സന്ദേശത്തിൽ പറയുന്നു. ഇത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ മാസം ഡൽഹിയിലെ നിരവധി സ്കൂളുകളിലേക്ക് സമാനമായ ബോംബ് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചിരുന്നു. ഇത് വ്യാപകമായ പരിഭ്രാന്തി പരത്തുകയും നഗരത്തിലുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ചണ്ഡീഗഡിലെ 3-4 സ്കൂളുകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്ന് ഏറ്റവും പുതിയ ഇമെയിൽ അവകാശപ്പെട്ടതായി വൃത്തങ്ങൾ വെളിപ്പെടുത്തി. കൂടാതെ വ്യാഴാഴ്ചയും DPS, മോഡേൺ സ്കൂൾ, സംസ്കൃതി സ്കൂൾ എന്നിവയുൾപ്പെടെയുള്ള സ്കൂളുകളിലേക്ക് ഭീഷണി ഇമെയിലുകൾ ലഭിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇമെയിലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പോലീസ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ദ്വാരക കോടതിക്ക് സമാനമായ ബോംബ് ഭീഷണി ലഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഈ സംഭവങ്ങൾ. പിന്നീട് ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു. അതേസമയം ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഖാലിസ്ഥാനികൾ കൂടുതലായി ഉയർത്തുകയാണ്. ഗ്രേറ്റർ ടൊറാൻഡോ ഏരിയയിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് പുറത്തു നടന്ന ഖാലിസ്ഥാൻ അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത കനേഡിയൻ പോലീസ് ഉദ്യോഗസ്ഥനെ താൽക്കാലികമായി ശിക്ഷയായി തരം താഴ്ത്തി. എന്നാൽ ആ കാലയളവ് പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണ റാങ്കിലേക്കും ശമ്പളത്തിലേക്കും മടങ്ങും. ആ പ്രത്യേക പ്രതിഷേധം അക്രമാസക്തമായതിനാൽ ആ മൃദുവായ തീരുമാനം ഹിന്ദു സമൂഹത്തിനുള്ളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. 2024 നവംബറിൽ ബ്രാംപ്ടണിലെ ഹിനു സഭാ മന്ദിറിന് പുറത്ത് വിഘടനവാദ സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് അല്ലെങ്കിൽ SFJ ആഹ്വാനം ചെയ്ത പ്രതിഷേധത്തിൽ പങ്കുചേർന്നവരിൽ പീൽ റീജിയണൽ പോലീസ് അല്ലെങ്കിൽ PRP സർജന്റ് ഹരീന്ദർ സോഹിയും ഉൾപ്പെടുന്നു. ചില പ്രതിഷേധക്കാർ അക്രമാസക്തമായി ക്ഷേത്രം ആക്രമിച്ചു. കുറ്റം ചുമത്തിയവരിൽ ഖാലിസ്ഥാൻ റഫറൻഡം എന്നറിയപ്പെടുന്ന SFJയും കോർഡിനേറ്റർ ഇന്ദർജിത് സിംഗ് ഗോസലും ഉൾപ്പെടുന്നു. സോഹിയുടെ സാന്നിധ്യം സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് PRP അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന ചുമതലകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഒരു വർഷത്തിനു ശേഷം ഒന്റാറിയോ പോലീസ് ആർബിട്രേഷൻ ആൻഡ് അഡ്ജുഡിക്കേഷൻ കമ്മീഷൻ സോഹിയെ 6 മാസത്തേക്ക് ഫസ്റ്റ് ക്ലാസ് കോൺസ്റ്റബിൾ റാങ്കിലേക്ക് തരം താഴ്ത്താനും അതിനുശേഷം മേലുദ്യോഗസ്ഥർ നിർണ്ണയിക്കുന്ന തൃപ്തികരമായ ജോലി പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുൻ റാങ്കിലേക്ക് മടങ്ങാനും വിധിച്ചുവെന്ന് വിധിയിൽ പറയുന്നു. എന്നിരുന്നാലും നവംബർ 3 ആക്രമണം ദേശീയ ആഗോള തലക്കെട്ടുകളിൽ ഇടം നേടുന്നതിന് 2 ആഴ്ച മുൻപ് 2024 ഒക്ടോബർ 18 ടൊറാൻഡോയിൽ നടന്ന മറ്റൊരു ഖാലിസ്ഥാൻ അനുകൂല പ്രതിഷേധത്തിൽ സോഹി പങ്കെടുത്തിരുന്നുവെന്നും സജീവമായിരുന്നുവെന്നും വെളിപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ സേവനം ഒരിക്കലും അദ്ദേഹത്തെ പിരിച്ചുവിടാൻ ശ്രമിച്ചില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.